മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എജു ഫെസ്റ്റിന് തുടക്കമായി. ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എഡ്യു ഫെസ്റ്റിന് തുടക്കമായി. ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂള് 100 വർഷം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യമായ, വിദ്യാഭ്യാസപരമായ, സാംസ്കാരികമായ വളർച്ചയിൽ വലിയ തരത്തിലുള്ള പങ്ക് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട കുട്ടികളെ പരിശീലിപ്പിക്കാൻ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസവർക്ക് ലഭ്യമാക്കാനും കഴിയുന്ന തരത്തിലുള്ള കൂടുതൽ മികവുറ്റ വിദ്യാഭ്യാസ സ്ഥാപനമായി സ്ഥാപനം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസരത്തിൽ 100 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 100 വർഷം മുമ്പുള്ള കേരളം എന്തായിരുന്നു എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഈ 100 വർഷം പിന്നിടുമ്പോൾ 2024 കുറേ പ്രത്യേകതകളുണ്ട്. 2025 നമ്മൾ കടക്കുമ്പോൾ കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും വലിയ പ്രക്ഷോഭം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ഈ വർഷം. അതായത് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഓരത്തുകൂടിയുള്ള റോഡിൽ പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യന് സഞ്ചരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട സവർണ മനസ്സിനെതിരായിട്ടുള്ള ഏറ്റവും അതിശക്തമായ സമരം, ഉത്തിഷ്ഠമായ സമരം നമ്മുടെ രാജ്യത്തെ മനുഷ്യസ്നേഹികളുടെ നേതൃത്വത്തിൽ നടത്തിയ 100 വർഷമാണ് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്നത്. MS അരുൺകുമാർ MLA അധ്യക്ഷനായി. ചലച്ചിത്ര നടൻ സാജൻ പള്ളുരുത്തി മുഖ്യപ്രഭാഷണം നടത്തി. ചലച്ചിത്ര നടൻ മെൽവിൻ ജി ബാബുവിനെ ആദരിച്ചു. പത്തിച്ചിറ വലിയപള്ളി വികാരി ഫാദർ KM വർഗീസ് കളിക്കൽ, ജനറൽ കൺവീനർ സക്രിയ P അലക്സ്, B ബാലചന്ദ്രൻ, നായകൻ C കുറ്റിശ്ശേരിൽ, പ്രിൻസിപ്പൽ സൂസൻ സാമുവൽ, പ്രഥമ അധ്യാപിക ഷീബ വർഗീസ്, PTA പ്രസിഡന്റ് മധു പുളിമുട്ടിൽ, വൈസ് പ്രസിഡന്റ് സുരേഷ് കാട്ടുവള്ളിൽ, പ്രൊഫസർ K വർഗീസ് ഉലവത്ത്, ബിനു സാമുവൽ, ഡോക്ടർ വർഗീസ് പോത്തൻ, ഷൈനി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിച്ച വാഴ്വേ മായം എന്ന നാടകം നടന്നു. ഫെസ്റ്റ് ജനുവരി 1 സമാപിക്കും. മാവേലിക്കര.